പേരാമ്പ്രയിൽ സാമുദായികമായി വോട്ട് തേടിയെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ ഇന്ന് മറുപടി നൽകിയേക്കും. 3 പരാതികളാണ് ഫാത്തിമ തഹലിയക്കെതിരെയുള്ളത്. അനൗൺസ്മെന്റ് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടില്ലെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ മറുപടി. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, പേരാമ്പ്രയിൽ കത്തിക്കയറുന്നുണ്ട് ഈ അനൗൺസ്മെന്റ് വിവാദം. അതിൽ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഇന്നിപ്പോഴത്തെ ഫാത്തിമ തഹലിയ മറുപടി നൽകാൻ പോകുന്നു. എന്താണ് വിവാദത്തിൽ സംഭവിക്കുന്നത്? ഷഹദ് റഹ്മാൻ, എന്താണ് വിവാദത്തിൽ സംഭവിക്കുന്നത്? ഷഹദ് റഹ്മാൻ. റിജിത്ത, ഇന്ന് ഈ വിഷയത്തിൽ ഫാത്തിമ തഹ്ലിയ ഒരു മറുപടി നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു വർഗീയ കാർഡ് ഇറക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണമോ താൻ നടത്തുന്നില്ല, താനോ തന്റെ പ്രവർത്തകരോ നടത്തുന്നില്ല എന്ന വാദത്തിലാണ് ഫാത്തിമ തഹ്ലിയ ഉറച്ചു നിൽക്കുന്നത്. അതേ സമയത്ത് ഇടതുപക്ഷം ഈ അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താനും ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുമാണ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ CPMന്റെ സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടും അത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ അത് പ്രചാരണം നടത്തുന്നുണ്ട് എന്ന ആരോപണമായിട്ട് വീണ്ടും ഫാത്തിമ തഹ്ലിയ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ എന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയ ഇന്ന് മറുപടിയായിട്ട് നൽകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് പേരാമ്പ്രയിൽ ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ ചൂട് ഏറ്റവും കൂടുതൽ തിളച്ചു മറിയുന്ന ഒരിടം കൂടിയായി മാറുകയാണ് പേരാമ്പ്ര. ശരി, ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തീപാറും പോരാട്ടം നടക്കുന്ന, വാശിയേറിയ പോരാട്ടം നടക്കുന്ന, ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന പേരാമ്പ്ര. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും അവിടുത്തെ റിസൾട്ടും ഒക്കെ. എന്തായാലും വിവാദങ്ങൾ ഏറെയുണ്ട്. ഷഹദ് റഹ്മാൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുക.